പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായ്പാരുടെ തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സങ്കീർത്തന പുസ്തകം നമ്മൾ വായിച്ചു. ആദ്യ സങ്കീർത്തനത്തിലൂടെയാണ് ദൈവാത്മാവ് പിന്നെ ഇടപെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവം ഇടപെടുന്നതിനെ നമുക്ക് കൈമാറാതിരിക്കാൻ അസാധ്യം, അത് സാധിക്കത്തില്ല. കൈമാറുന്നത് ജനത്തോട് പറയേണ്ടി വരും, ജനത്തെ അറിയിക്കണം. അത് ഒരു രക്ഷകൻ്റെ ദൗത്യമാണ്. ദൈവം എന്താണ് പറയുന്നത്? നമ്മൾ അടിയൻ ജീവിതത്തിൽ അടിയൻ ദൈവം എന്ത് പറയുന്നു, ഞാൻ ഇങ്ങനെ ഉന്നം വച്ച് കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും ഉന്നം വച്ച് കാത്തിരിക്കുകയാണ്. ലോകം പറയുന്നതല്ല, ദൈവം പറയുന്നത് എന്താണെന്ന്. ഹല്ലേലൂയ. അത് ഉന്നം വച്ച് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ നാളുകളായി ചില ആഴ്ചകളായി നമ്മൾ 103 സങ്കീർത്തനം ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലത്തിലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് തുടർന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവാത്മാവിൽ ദൈവവചനത്തെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ 123 സങ്കീർത്തനത്തിൻ്റെ 3-4 വചനം ഒന്ന് വായിച്ചാലും. 3 വചനം മുതൽ. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഹല്ലേലൂയ. ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയാണ് പകൽക്കാലത്തിൽ. ആമേൻ. ദൈവം കരുണയുള്ള ദൈവമാണ്. കരുണയുടെ ഭവനം എന്നാ ഉള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭ കരുണയുടെ ഭവനമാണ് കേട്ടോ. നീവിൻ്റെ ചർച്ച, പാപ്പനം നീവിൻ്റെ ചർച്ചക്കാട് ദൈവസഭ കരുണയുടെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദീദിമോസ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കരുണയുടെ ഭവനത്തെക്കുറിച്ച് ദീദിമോസ് പ്രാർത്ഥനയിൽ ഓർക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ ഒന്ന് വായിച്ചാലും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ ചില വചനങ്ങൾ വായിച്ചാലും. 5-ാം അധ്യായം യോഹന്നാൻ 5-ന്റെ 2 മുതൽ. അവയിൽ കുരുടർ, മൈക്കിൽ കൂടെ നേരെ വായിക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. മതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ. നമ്മൾ യെരുശലേമിനെ കുറിച്ച് കഴിഞ്ഞ നാളുകളൊക്കെ ചിന്തിക്കുവാനിടയിൽ യെരുശലേമിനെ കുറിച്ച് ചിന്തിക്കുകയല്ല. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ കരുണയുടെ ഭവനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ ഈ കരുണയുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് യെരുശലേമിലെ ആട്ടുവാതിൽക്കലാണ്. ഹല്ലേലൂയ. യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ യെരുശലേമാകുന്ന വിശുദ്ധ നഗരം, വിശുദ്ധ ആലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പട്ടണം, അത് പണിതത് ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് അത് പണിയപ്പെട്ടത്. ഹല്ലേലൂയ. യെരുശലേം ആലയം പണിതത് ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടത്ത്, ദാവീദിൻ്റെ മകനാകുന്ന ശലോമോൻ്റെ കാലഘട്ടത്ത്. എന്നാൽ ഹല്ലേലൂയ, യെരുശലേം ആലയം പണിതിട്ട് അതിന് യെരുശലേമിന് മതിൽ പണിതു. ശലോമോൻ യെരുശലേമിൽ മതിൽ പണിതു.
ഹല്ലേലൂയ. ആമേൻ. ആ മതിലിന് 10 വാതിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മതിലിന് 10 വാതിൽ. അതിൻ്റെ ഒന്നാമത്തെ വാതിലാണ് ആട്ടിൻ വാതിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വാതിൽ ആട്ടിൻ വാതിൽ. ഹല്ലേലൂയ. ആമേൻ. ആ വാതിലിലൂടെയാകുന്നു ആട്ടിടയൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ആട്ടിടയനാകുന്ന ആരാകുന്നു? നമ്മുടെ കർത്താവാകുന്ന യേശു കയറുകയും ഇറങ്ങുകയും ചെയ്യും. നമ്മുടെ രക്ഷിതാവ്, ആമേൻ, നമ്മുടെ രാജാവ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാതിലാകുന്നു, ആമേൻ, ആട്ടിൻ്റെ വാതിൽ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ദൈവവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ആമേൻ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ, വചനം ഒന്നും എടുത്താലും നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആടുകളുടെ ഇടയനും ഉടമസ്ഥനുമില്ലാത്ത കൂലിക്കാരൻ ചെന്നായ വരുമ്പോൾ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ആടുകളുടെ ഉടമസ്ഥന് ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അതിന് താഴോട്ടുള്ള ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മതി, സ്തോത്രം. അവിടെ ഒരു നല്ല ഇടയനുണ്ട്, നല്ല ഇടയനാകുന്ന കർത്താവുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ആ നല്ല ഇടയനാകുന്ന കർത്താവ് കയറുക ഇറങ്ങുന്നവർ ചെയ്യുന്ന ഒരു വാതിലാണ് ഈ ആട്ടിൻ വാതിൽ, നല്ല വാതിൽ. ഓ ആമേൻ. നേരുവാതിൽ, യെരൂശലേമിൻ്റെ നേരുവാതിൽ, ഒന്നാമത്തെ വാതിലാണ്. അതിൻ്റെ പേരാണ് ഓ ഹല്ലേലൂയ, ആമേൻ, ആട്ടിൻ വാതിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. അവിടെ ആട്ടിൻ വാതിൽക്കലാണ്, ആട്ടിൻ വാതിൽക്കലാണ്, മെയിൻ വാതിൽക്കലാണ് ഈ ബെഥസ്ത എന്ന. തുറന്ന് വായിച്ചാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 5:2 മുതൽ അവിടെ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്നു പേരുള്ള ഒരു കുളമുണ്ട്. നോക്കിക്കേ, ആമേൻ, ബെഥസ്ത എന്നു പേരുള്ള ഒരു കുളം. ആ ബെഥസ്ത എന്ന കുളത്തിൻ്റെ പേര്, ഹല്ലേലൂയ, ആമേൻ, കരുണയുടെ ഭവനം. ബെഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ കരുണയുടെ, ആമേൻ, ബെഥസ്ത എന്ന, ആമേൻ, ഒരു കുളമുണ്ട്. ആരെ കുളമാണ്? ഒരു എബ്രായ കുളമുണ്ടാണെന്ന്. ഹല്ലേലൂയ. എബ്രായരാരാണ്? എബ്രായ കുളം. യെരൂശലേമിൻ്റെ ആട്ടുവാതിൽക്കൽ, ആമേൻ, ആമേൻ, ബെഥസ്ത എന്ന് പേരുള്ള ഒരു എബ്രായ കുളം ഉണ്ട്. ഹല്ലേലൂയ. എബ്രായ കുളം എന്ന് പറയുന്നത്, ആമേൻ, ആമേൻ, ഈ കുളത്തിന് 5 മണ്ഡപമുണ്ട്. എന്നാൽ എബ്രായ കുളം എന്ന് പറയുന്നത്, എബ്രായരെന്ന് പറയുന്നത് ആരാണ്? യഹൂദന്മാർ, എബ്രായര്. ഓ ഹല്ലേലൂയ. എബ്രായൻ്റെ വാക്കിൻ്റെ സ്തുതിക്കുന്നവർ, ഹല്ലേലൂയ, കൂടിയിരിക്കുന്ന കുളം. ഹല്ലേലൂയ. ആരെയാണ് സ്തുതിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ. ഓ നല്ല ഇടയനെ സ്തുതിക്കുന്ന അവർ കൂടിയിരിക്കുന്ന യഹൂദന്മാർ, എബ്രായര്, ഓ കൂടിയിരുന്ന് ആരാധിക്കുന്ന, ആമേൻ, ഒരു കുളം യെരൂശലേമിലുണ്ട്. അത് ആട്ടുവാതിൽക്കലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് 5 മണ്ഡപമുണ്ട്. ആമേൻ, ആമേൻ. ഈ എബ്രായ കുളത്തിൻ്റെ ചുറ്റിലുമായി, ഹല്ലേലൂയ, ആമേൻ, 5 മണ്ഡപമുണ്ട്. അവിടെ, ഹല്ലേലൂയ, അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആമേൻ, ആമേൻ. അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചിരുന്നവരായാലും ആദ്യം പിടിച്ചിരുന്നവനായാലും അവർക്ക് സൗഖ്യം. ഏത് രോഗം പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ഏത് വ്യാധി പിടിച്ചാൽ, ഓ ഹല്ലേലൂയ, ആമേൻ. അവിടെ പറയപ്പെടുന്നത് എന്താണ്? അവിടെ വ്യാധിക്കാർ, അതൊന്ന് വായിച്ചാലും, അവയിൽ, ആമേൻ, ആമേൻ, അവയിൽ അവിടെ കൂടിയിരിക്കുന്നത് 5 മണ്ഡപത്തിലും ആയി, ഹല്ലേലൂയ, ദൂതൻ കുളം കലക്കുന്നത് കാത്തിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, വ്യാധിക്കാർ. വായിച്ചാലും ആരൊക്കെയാണ് കൂടിയിരിക്കുന്നത്? വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം. ആമേൻ. പ്രാരംഭത്തിൽ പറഞ്ഞ
വ്യാധിക്കർ, ആമേൻ, നാനാവിധ വ്യാധികളാൽ വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, കൂമർ, ചെകിടർ, മുടന്തർ, ഇങ്ങനെ അനവധി നിരവധി രോഗികൾ, ക്ഷയരോഗികൾ, കുഷ്ഠരോഗികൾ, അങ്ങനെ വ്യാധിക്കാർ, മാറാവ്യാധിക്കാർ, ആമേൻ, ലോകത്തിൽ നിന്ന് ആമേൻ യാതൊരുവിധ വിടുതലുകളും ലഭിക്കാതെ, ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ലഭിക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ആമേൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ കൊളക്കരയിൽ ആമേൻ അനവധി നിരവധി ഹല്ലേലൂയ ആദി വ്യാധി പിടിച്ചവർ, ആദിക്കാരല്ല, ആദി പിടിച്ചവർ. ആദിയുടെ അർത്ഥം ആമേൻ ഹല്ലേലൂയ ആഗ്രഹമെന്നാണ്. എന്നാൽ വ്യാധി എന്ന് പറയുന്നത് ആമേൻ ആഗ്രഹമല്ല, വ്യാധി. ചിലരൊക്കെ പറയുന്ന കേട്ടില്ലേ, പുള്ളിക്ക് എന്തോ വ്യാധി പിടിച്ചിരിക്കുകയാണ്, എന്തോ വ്യാധിയാണ് അവരെ ഭരിക്കുന്നത്, ആമേൻ, അയാൾക്ക് സ്വസ്ഥതയില്ല, ഏതോ വ്യാധി അവരെ ആമേൻ പോരാടുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യാധികൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ലാതാകെ തീരും. എന്നാൽ നമ്മുടെ വ്യാധി മാറ്റുവാൻ ലോകക്കാർക്ക് സാധിക്കത്തില്ല. ചിലപ്പോൾ രോഗത്താലായിരിക്കും, ചിലപ്പോൾ ഭാരത്താലായിരിക്കും, ചിലപ്പോൾ കടഭാരത്താലായിരിക്കും, ചിലപ്പോൾ കുടുംബ സംബന്ധമായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സംബന്ധമായിരിക്കാം, ആമേൻ, തലമുറകൾ സംബന്ധമായിരിക്കാം, ആമേൻ, ഒരു മനുഷ്യൻ്റെ മേൽ വ്യാധി ഉണ്ടാകുവാനുള്ള കാരണം. ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിൽ വ്യാധി പിടിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ഒരു കൂട്ടം, വലിയൊരു കൂട്ടം ബഥസ്ദാകുളത്തിൻ്റെ കരയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികരണമൊന്നുമില്ല. ഹല്ലേലൂയ, പ്രതികരണം ഇല്ല. എത്ര പേർ പ്രതികരിക്കുന്നു, ദൈവത്തിന് മഹത്വം എത്ര പേര് കൊടുക്കുന്നുണ്ടെന്ന് പകൽക്കാലത്തിൽ. ഓ ഹല്ലേലൂയ. മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഓ ഹല്ലേലൂയ. നമ്മൾ മരിച്ചവരുടെ കൂട്ടത്തിലല്ല, ജീവനുള്ളവരുടെ കൂട്ടത്തിലാണ്. ജീവനുള്ളവർ അവൻ്റെ മേലുള്ള ജീവൻ്റെ പ്രതിഫലനം അവർ പ്രതിഫലിപ്പിക്കും. എല്ലാവരും ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഓ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങളെ, ഓ ഹല്ലേലൂയ, ആമേൻ. ആദി മാറ്റുന്ന ഒരു പകൽക്കാലമാ, വ്യാധി മാറ്റുന്ന ഒരു പകൽക്കാലമാ, രോഗങ്ങൾ മാറുന്ന ഒരു പകൽക്കാലമാ. ഓ കുരുടർ, ചെകിടർ, ആമേൻ, മുടന്തർ, ആമേൻ, ഹല്ലേലൂയ, സകലവിധ രോഗികളും സൗഖ്യമാകുന്ന ഒരു പകൽക്കാലമാ. ഓ ബഥസ്ദയുടെ ആമേൻ, രഗമേൻ, ഹല്ലേലൂയ, ബഥസ്ദ കുളത്തിൻ്റെ കരയിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കരുണയുടെ ഭവനത്തിലാണ്, ഇപ്പോഴും കരുണയുടെ ഭവനത്തിലാണ്, ഹല്ലേലൂയ, ആമേൻ, വലിയൊരു കൂട്ടം കാത്തിരിക്കുന്നത്. വെള്ളാതെ അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. പ്രൈസ് ദി ലോർഡ്. വ്യാധി പിടിച്ചവർ, കടഭാരം പിടിച്ചവർ, രോഗഭാരം പിടിച്ചവർ, ഓ അങ്ങനെ രോഗഭാരത്താൽ വ്യാധി പിടിച്ചവർ, മാറാവ്യാധികൾ പിടിച്ചവർ, ഓ ഹല്ലേലൂയ, സമാധാനം നഷ്ടപ്പെട്ടവർ, ഓ ഹല്ലേലൂയ, സകലവിധ ആമേൻ, ഹല്ലേലൂയ, വ്യാധികളാലും ആദികളാലും, ഓ ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ, കർത്താവിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൽ നിന്നുള്ള ദയയ്ക്കായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമേൻ, നമ്മുടെ സുഖകാലത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ലോകത്തിൽ ആശ്രയിക്കും, അല്ലേ? മനുഷ്യരിൽ ആശ്രയിക്കും, പ്രമുഖന്മാരിൽ ആശ്രയിക്കും, വൈദ്യന്മാരിൽ ആശ്രയിക്കും, ഔഷധങ്ങളിൽ ആശ്രയിക്കും. സുഖകാലത്ത്, നമ്മളിൽ കാശുള്ള സമയത്ത്, ആമേൻ, ആമേൻ, നമ്മളുടെ ആളുള്ള സമയത്ത്. എന്നാൽ ഇതൊക്കെ കൈവിടപ്പെടുന്ന ഒരു സമയമുണ്ട് കേട്ടോ ദൈവമക്കളെ. അപ്പോഴാകുന്നു ഈ കരുണയുടെ ഭവനത്തിൽ വരണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന അപ്പോഴാണ്. എല്ലാവരും കൈവിടപ്പെടും. നാട്ടുകാർ കൈവിടപ്പെടും, ചാർച്ചക്കാർ കൈവിടപ്പെടും, സ്നേഹിതർ കൈവിടപ്പെടും, സകല ബന്ധവും കൈവിടപ്പെടും. മരുന്ന് കമ്പനികൾ, ഔഷധശാലകൾ, ഡോക്ടേഴ്സ്, വൈദ്യന്മാർ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൈവിടപ്പെടുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നത്. ഓ ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ബഥസ്ദ കുളത്തിൻ്റെ കരയിൽ, ഹല്ലേലൂയ, കരുണയുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട്, ആമേൻ, രോഗികൾ, നാനാവിധ വ്യാധികളാൽ വലഞ്ഞവർ ദൈവത്തിൻ്റെ കരുണയ്ക്കായി കൂടിയിരുന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കരമടിച്ചൊന്ന് കരത്തിന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഒന്ന് മഹത്വം അർപ്പിച്ചാട്ടെ. കരുണയുണ്ടാവണേ. വായകളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. കരുണ കർത്താവേ, നമ്മൾ ജീവിതത്തിൽ
പലവിധമായ വ്യാധി നമ്മെ ഭരിക്കുന്നുണ്ട്. പലവിധമായ വ്യാധികൾ, ആദികൾ, ഓ ഹല്ലേലൂയ, വ്യാധികൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ ആരൊക്കെ വ്യാധികൾ നമ്മളെ ഭരിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ, നമ്മെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലതരത്തിലുള്ള വ്യാധികളാണ് നമ്മളെ ഭരിക്കുന്നത്. വ്യാധിക്കാർ, കുരുടർ, ചെകിടർ, മുടന്തർ, ഹല്ലേലൂയ എന്നിങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ആമേൻ അതാത് സമയത്ത് ആമേൻ ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും കേട്ടോ. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ അതാത് സമയത്ത് ഓരോ ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവർ, ഓ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ ദയയ്ക്കായി, ദൈവത്തിൻ്റെ മനസ്സലിവിനായി കാത്തിരിക്കുന്നവർ ആരായിരുന്നു അവർക്ക് സൗഖ്യം വരും. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. ഓ കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ, വിട്ടുവീക്കുന്നവനാണ്. അവൻ്റെ നാമത്തിൽ ആമേൻ ഭൂതങ്ങൾ പുറത്തു പോകുന്നു. നാനാ വ്യാധികൾ വലഞ്ഞവർ, ഭൂതകർസർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ആമേൻ നിരവധി രോഗികൾ സൗഖ്യം ആമേൻ പ്രാപിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ ആമേൻ രക്ഷയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ കരുണ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ദൈവം ആമേൻ കരുണയുള്ള ദൈവമാണ്. ലോകത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ലോകക്കാരോട് ചെന്ന് ആമേൻ അല്ലയോ സ്നേഹിത കരുണ കാണിക്കണേ എന്ന് പറഞ്ഞാൽ ഇപ്രകാരമായിരിക്കും. അല്ലെങ്കിൽ ഡോക്ടർ സാറേ, അല്ലെങ്കിൽ വൈദ്യരെ ആമേൻ ഞങ്ങളോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആമേൻ ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ സാറേ ഒന്ന് കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ എത്രത്തോളമായിരിക്കും നമ്മൾ ലഭിക്കുക, കരുണ ലഭിക്കുക, ദയ ലഭിക്കുക? എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ആ ദയയും കരുണയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നമ്മുടെ കർത്താവ് ദയയും കരുണയും നിറഞ്ഞവനാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആ ദയയും കരുണയും ഇല്ലെങ്കിൽ ഹല്ലേലൂയ അത് പിശാച് നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ 5:7 വായിക്കുമ്പോൾ കർത്താവായ യേശു ആമേൻ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ഹല്ലേലൂയ ഈ ലോക ആമേൻ ശുശ്രൂഷ സന്ദർഭത്തിൽ ഹല്ലേലൂയ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ഗിരിപ്രഭാഷണ ആമേൻ വേളയിലാണ് ഇപ്രകാരം പറഞ്ഞത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7 പ്രകാരം പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നോക്കിക്കേ, കർത്താവ് പറയുന്ന കാര്യമാണ്. കർത്താവ് കരുണയുള്ള ദൈവമാണ്, ദയയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്. അവൻ്റെ സന്നിധിയിലാണ് സകലതും വരുന്നത്. കരുണയും ദയയും മനസ്സലിവും. ഓ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാ ആമേൻ ആമേൻ സഹായങ്ങൾ കർത്താവിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ. കരുണ ഇല്ലാത്തവരല്ല, കരുണ ഉള്ളവരാണ് ഭാഗ്യം. നമ്മൾ എത്ര പേരുണ്ട് ആമേൻ കരുണ ഉള്ളവരെന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഓ അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാൻ, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇല്ലാത്തവർ ഭാഗ്യവാന്മാരല്ല. അവർക്ക് ദൗർഭാഗ്യവാന്മാരാണ്. കരുണ ഇല്ലാത്തവർ ദൗർഭാഗ്യവാന്മാരാണ്, ഭാഗ്യമില്ലാത്തവരാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 13 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. ഹല്ലേലൂയ. യാഗത്താലല്ല, കാരണം യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. വചനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. 9-13 അധ്യായം. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നതെന്ന് പോയി പഠിപ്പേൻ. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്,
പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ മതി. ആമേൻ. യാഗത്തിൽ ആമേൻ നമ്മളൊരു വലിയ പ്രാർത്ഥന സംഘടിപ്പിക്കുകയോ ഒരുക്കുകയോ വലിയൊരു പ്രാർത്ഥനയിൽ വ്യാപരിച്ചു ചേരുകയോ അതിനേക്കാൾ ഉപരി വലുതാണ് കരുണ കാണിക്കുക. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ നിരവധി ഹല്ലേലൂയ ഇടങ്ങളിൽ പ്രാർത്ഥനകളും യാചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പലരും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും, പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ പ്രാർത്ഥന വേണ്ടെന്ന് പറയുകയല്ല, അതിനേക്കാളും വലുതാണ് കരുണ കാണിക്കുക. ആമേൻ. കർത്താവ് തന്നെ പരീക്ഷിച്ച് ചോദിച്ച പലരോടും പറയുന്ന മറുപടിയാണ്, ഒരു യാഗം നടത്തുന്നതിനേക്കാളും വലുതാണ് കരുണ കാണിക്കുക. യാഗത്താലല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദയയും കരുണയും മനസ്സിലുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവനിൽ നിന്നാണ് കരുണയുണ്ടാകുന്നത്. ആയതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാൻ എന്ന് പറയാനിടയെത്തിയുന്നത്. അവർക്ക് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ആ കരുണാമയനാകുന്ന കർത്താവാണ് ഹല്ലേലൂയ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവരെ സഹായിക്കുന്നത്. നമ്മൾ 103 സങ്കീർത്തനം ഹല്ലേലൂയ അതിൻ്റെ 3-4 വചനം 103-3-4 വായിക്കുമ്പോൾ അവിടെ ഭക്തനാകുന്ന ദാവീദ് പറയുന്ന കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഹല്ലേലൂയ. ഭക്തനാകുന്ന ദാവീദ് ദൈവത്തിൻ്റെ ദയയും കരുണയെയും രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് ഹല്ലേലൂയ ദയാലുവാകുന്ന കരുണ ഉള്ള ദൈവത്തിലാണ് ദാവീദ് ഭക്തൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. തനിക്ക് ദയ ലഭിക്കേണ്ടി വരുമ്പോൾ, കരുണ ലഭിക്കേണ്ടി വരുമ്പോൾ, ഹല്ലേലൂയ കൃപ ലഭിക്കേണ്ടി വരുമ്പോൾ താൻ ദൈവത്തോട് പറയും. ഹല്ലേലൂയ. ദാവീദ് ഭക്തൻ പറയുന്നത്, എൻ്റെ സങ്കടങ്ങളെ ഞാൻ രാത്രിയിലും രാവിലെയും എണ്ണി പറയും. ഹല്ലേലൂയ. തന്നോട് മനസ്സലിയുന്ന, തന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നത് നീതിയാണ്. വിശ്വസിക്കുന്നത് നീതിയാണ് ദൈവമക്കളെ. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ ഭക്തൻ പറയുകയാണ്, അവൻ ആരാകുന്നു? കർത്താവ് യേശുവിനെ കുറിച്ചാണ് അവൻ എന്നിവിടെ പറയുവാനിടയെത്തിയിരുന്നത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. പകൽക്കാലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദയയും കരുണയും നമ്മൾ അണിയിക്കപ്പെട്ടില്ലയോ? ദയയും കരുണ അണിയിക്കപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യം മോചിക്കുമ്പോൾ, നമ്മുടെ അകൃത്യം, നമ്മുടെ പാപം, നമ്മുടെ രോഗം അഴിഞ്ഞു മാറുമ്പോൾ എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു, നിന്നെ വിടുവിക്കുന്നു, നീ വിടുവിക്കപ്പെടും. നീ രക്ഷ കാണും, നീ നന്മ കാണും എന്ന് നീ അറിയുമ്പോൾ, നീ അത് അനുഭവിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. 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 ഇന്ന് പകൽക്കാലത്തിൽ യേശുവാണ് ഹല്ലേലൂയ അകൃത്യത്തെ മോചിക്കുന്നവൻ. യേശു നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഒന്നാമത്. രണ്ടാമത്, യേശു നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. യേശു നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. യേശു നിനക്ക് ദയയും കരുണയും അണിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടില്ലായിരിക്കും പലപ്പോഴായി. അത് നമ്മെ അണിയിക്കും. ഹല്ലേലൂയ. ആരണിയിച്ചില്ലേലും ലോകം ലോകരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായി പറഞ്ഞിട്ടുള്ളവരാണ്, അയ്യോ അല്ലയോ പോലീസ് ഉദ്യോഗസ്ഥ, ഡോക്ടറെ, വൈദ്യ, സ്നേഹിത, സഹോദര, പ്രിയപ്പെട്ടവനെ ഒന്ന് മനസ്സ് കാണിക്കേ. ലോകത്തിൻ്റെ മനസ്സെത്ര ചതിയും വഞ്ചനയും നിറഞ്ഞതാണെന്നറിയാമോ? ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ കരുണ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴേ പിച്ച് ഈന്തപ്പെട്ട അല്ലേ ലോകത്തിൽ നമ്മുടെ ജീവിതം നോക്കിയാൽ ലോകം നമ്മളെ പിച്ച് ഈന്തും. എന്നാൽ നമ്മളെ ചേർത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ പിച്ച് വലിച്ചു കയറി അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ലോകം മനസ്സ് കാണിക്കാതെ, കരുണ കാണിക്കാതെ ചിന്തിക്കളയുമ്പോൾ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ഒരു കരോട് ചെന്ന് അന്ന് ഏൽപ്പിച്ചോട്ടെ.
തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല. അനേകർ കരുണ കാണിക്കാതെ, ദയ കാണിക്കാതെ, മനസ്സലിവ് കാണിക്കാതെ തള്ളിക്കളയുമ്പോൾ അവൻ നമ്മെ മൂലക്കല്ലായി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇതാ ഇന്ന് പകൽക്കാലത്തിൽ അവൻ യെരൂശലേമിൽ വന്നിട്ടുണ്ട്, ആലയത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കൂട്ടായ്മയുടെ നടുവിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ആവശ്യഭാരങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നിലവിളി, സങ്കടങ്ങൾ കേൾക്കുവാൻ, അറിയുവാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ ശക്തരാക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തരെ, ചന്ദ്രരോഗികളെ, പക്ഷപാതക്കാരെ എന്നിവരെ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ വിടുതലില്ലാത്ത ഒരു വിഷയവും ഇല്ല. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ സകലത്തിനും വിടുതലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തിമേൻ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ലയോ? ഉണ്ടാകുന്നമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ദയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. പരോപകാരം എന്തിനേച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്. ആ കരുണാസമ്പന്ന ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കരുണയുള്ള ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടിയുടെ മേലും ദൈവത്തിൻ്റെ ദയയും കരുണയും അവൻ അണിയിച്ചാണ് അയച്ചിരിക്കുന്നത്. എന്നാൽ അത് ഇല്ലാത്തവർ നമ്മൾ ഉള്ളവരായിരിക്കാം, എങ്കിലും ആ കരുണയ്ക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കരുണാമയനാകുന്ന കർത്താവ് എന്ന് നമ്മളെ കരുണ ആമേൻ അണിയിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കരുണ ഉള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കരുണ ഉള്ളവർക്കായി. കരുണ ഇല്ലാത്തവരല്ല, കരുണ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ നിന്നും കരുണ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരുണ മാറ്റിയത് കൊണ്ടാണ്. നമ്മൾ നമുക്ക് പലരോടും കരുണ അപേക്ഷിച്ചു, കരുണയ്ക്ക് അപേക്ഷിച്ചു, അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് അത് പിശാച് തടസ്സം ചെയ്തിട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ കരുണയുള്ള, മനസ്സലിയുള്ള പ്രവൃത്തി പുറത്തു വരാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പിശാച് നമ്മെ പലപ്പോഴായി ബന്ധിച്ചത് കൊണ്ടാണ്, നമ്മളെ അടക്കി കളഞ്ഞത് കൊണ്ടാണ്, നമ്മളെ ഇരുട്ടാക്കി കൊണ്ട് കളഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ കാര്യങ്ങളെ അസാധ്യമായി തീരുമ്പോൾ, പലരുടെ കാര്യങ്ങൾ സാധ്യമായി തീരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം അടഞ്ഞു പോകും, ഇരുണ്ടു പോകും. നമ്മുടെ കരുണ, ദൈവത്തിൻ്റെ കരുണ നഷ്ടമായി പോകാൻ തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, കരുണാമയനായ ദൈവം, ഉൽപ്പത്തി ദൈവം, യഹോവയായ ദൈവം, ഹല്ലേലൂയ, അതിനും അന്തിനുമാകുന്ന ദൈവം ആകുന്ന കർത്താവ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി കരുണ നഷ്ടപ്പെട്ടിരിക്കാം, കരുണ ലഭിച്ചിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ കരുണ ലഭിക്കുന്നൊരു പകൽക്കാലമാണ്. കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, കരുണ മുളയ്ക്കുന്നൊരു പകൽക്കാലമാണ്. ആമേൻ, ഹല്ലേലൂയ. അത് കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലുമേ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നമ്മളായി തീരുള്ളൂ. അത് കരുണ നമ്മുടെ ജീവിതത്തിൽ കരുണ വളർന്നു തുടങ്ങിയാലേ അത് ഫലവത്തായി തീരത്തുള്ളൂ, മറ്റുള്ളവർക്ക് കരുണ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരുണ, ദയ നമുക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വളരേണത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദിയോടന്തം സൃഷ്ടിച്ച ദൈവം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പ്രകാരം കാണുവാൻ കഴിയും. 1:1 മുതൽ 2-3 വചനം വായിക്കുമ്പോൾ, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അത് ആകാശവും ഭൂമിയും അത് പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ളതാണ്. പാഴും ശൂന്യവും, പാഴും ശൂന്യവുമായിരുന്നു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിൽ മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചു വന്നു. ഇരുളുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. ഉൽപ്പത്തിയോടുകൂടെ ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കൂടെ വെള്ളം കൂടെ ഉണ്ടായിരുന്നു. വെള്ളത്തോടു കൂടെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഭൂമിയെ ഇരുൾ കൊണ്ട് മൂടിയിരുന്നു. ഇരുൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തിന് പകരം ഇരുൾ കൊണ്ട് മൂടിയാൽ ഇരുളെത്ര വലിയത്. ഇരുട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കത്തുണ്ടോ? സാധിക്കത്തില്ല, ഒന്നും സാധിക്കത്തില്ല. ഇരുട്ടത്ത് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇരുട്ടത്ര ഘനമേറിയത്. എന്നാൽ ഇരുട്ട് വലിയ ഘനമേറിയതാണ്. ഇരുട്ടത്തൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഭൂമി മുഴുവനും ഇരുട്ടായിരുന്നു. ഹല്ലേലൂയ. അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ ഇരുട്ടായ സ്ഥാനത്ത് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം ഉണ്ടായി. ദൈവം കൽപ്പിച്ചു, അത് ഉണ്ടായി.
നല്ലതും ദൈവം കണ്ടു. ഹല്ലേലൂയ. ആ കരുണാസമ്പന്നനായ ദൈവം ആമേൻ ഇരുളിനെ മാറ്റി, ഭൂമിയിലെ ഇരുളിനെ മാറ്റി ആമേൻ വെളിച്ചം നൽകി. ഹല്ലേലൂയ. ആ വലിയ ദൈവം ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പിശാച് ഇട്ടിരിക്കുന്ന ആമേൻ നമ്മൾ വളരാതിരിക്കാൻ ആമേൻ വളർന്ന് കർത്താവിൻ്റെ തലയോളം വളരാതിരിപ്പോൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. തളർന്ന് കർത്താവിൻ്റെ തലയോളം വളരാതിരിക്കാൻ തക്കവണ്ണം ഇരുൾ കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നൊരു പകൽക്കാലമാ. വിശ്വസിക്കുമ്പോൾ തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം 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 നമ്മൾ വെളിച്ചത്തിലേക്ക് വരികയാ. പിശാചിൻ്റെ സാന്നിധ്യം, അവൻ്റെ ഈരൽ അവൻ കൊണ്ടിട്ട ഈരൽ നമ്മുടെ ജീവിതം വെളിച്ചത്തിൽ വരരുതെന്ന് വാദിച്ചുകൊണ്ട് ആമേൻ അവൻ ഒരിക്കലും പുറത്തു വരത്തില്ല. അവൻ്റെ തലമുറ വെളിച്ചം കാണത്തില്ല. അവൻ നന്മ അനുഭവിക്കത്തില്ല. അവൻ ഉയർച്ച പ്രാപിക്കത്തില്ല. അവൻ വിടുതൽ പ്രാപിക്കത്തില്ല. അവൻ രോഗം മാറത്തില്ലെന്ന് കൊണ്ട് നിൽക്കുന്ന ഏരുളിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുന്നൊരു പകൽക്കാലമാ. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഇരുൾ മാറുന്ന ഒരു പകൽക്കാലമാ. ആമേൻ. ആദിയിൽ ആമേൻ ഇരുളിൻ്റെ മേല് ആമേൻ വെളിച്ചത്തെ പകർന്ന് ആമേൻ വെളിച്ചമാക്കി തീർത്ത പ്രവൃത്തിയുടെ മണ്ഡലത്തെയാക്കി മാറ്റിയ ആമേൻ കരുണാമയനാകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. വെളിച്ചം അവൻ നല്ലതെന്ന് കണ്ടു. നമ്മുടെ ജീവിതത്തിൽ മനസ്സ് കരുണയുള്ള പ്രവൃത്തികൾ, കരുണയുള്ളവർ കർത്താവ് പറഞ്ഞു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് പകൽക്കാലത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം, അവിടെ ഉൽപ്പത്തി വിവരം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നോക്കിക്കേ, വയലിലെ ചെടി അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, മുളച്ചു വന്നിരുന്നുമില്ല. ഇല്ല, അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവ് ഉണ്ടാക്കുന്നവരാണ്. വെളിച്ചം ഇരുണ്ട് കിടക്കുന്ന നിർജ്ജനമായി കിടക്കുന്ന മരുഭൂമിയായി കിടക്കുന്ന നിലങ്ങളെ ഒഴുതുമറിച്ച് ഇളക്കി മറിച്ച് അത് ഫലവത്താക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാഴായിപ്പോയ നിമിഷങ്ങൾ പാഴായിപ്പോയ കിടന്ന മണിക്കൂറുകൾ, പാഴായിപ്പോയ മാസങ്ങൾ, പാഴായിപ്പോയ ഹല്ലേലൂയ ആഴ്ചകൾ, ഹല്ലേലൂയ പാഴായിപ്പോയ വർഷങ്ങൾ, സംവത്സരങ്ങൾ, അതിനെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? കരമടിച്ചൊന്ന്. നിങ്ങളിവിടെ ഇല്ലേ? ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. നമ്മുടെ സമയത്തെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പിശാചു പറയുന്നു നീ അധികമൊന്നും പോകത്തില്ലെന്ന്. എന്നാൽ നിന്റെ ചായ്സിനെ അധികമാക്കുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, ഇരുളിനെ വെളിച്ചമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. സകല ശൂന്യതകളും ഇന്ന് പകൽക്കാലത്തിൽ മാറിപ്പോകട്ടെ. സകല ഇരുളും മാറിപ്പോകട്ടെ. സകല ഹല്ലേലൂയ അസാധ്യതകളും മാറിപ്പോകട്ടെ. പാഴ് മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ എന്ന് പകൽക്കാലത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യെസ്. ദൈവം കർത്താവ് മഹത്വപ്പെടുകയാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയാണ് ഇന്ന് പകൽക്കാലത്തിൽ. ഹല്ലേലൂയ. വായിച്ച ഭാഗത്തിലേക്ക് വരുവാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ വായിക്കുമ്പോൾ അതുവരെ ഹല്ലേലൂയ ഭൂമിയിൽ യാതൊന്നും മുളച്ചു വന്നിരുന്നില്ല. അവിടെ മഴ പെയ്ച്ചിരുന്നില്ല.
അവിടെ വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. ഇന്ന് പകൽക്കാലത്തിൽ ഒന്നും മുളയ്ക്കാത്ത സ്ഥാനത്ത്, അസാധ്യമായ സ്ഥാനത്ത് ഒന്നും ഇതുവരെ മുളച്ചു വന്നിട്ടില്ല. ആമേൻ. കരുണയ്ക്കാമേ. ആമേൻ. മുളയ്ക്കാത്ത സ്ഥാനത്താണ് മുളച്ചു വരുന്നത്. മുളയ്ക്കാത്ത സ്ഥാനം, ഇരുളിൻ്റെ നടുവിൽ, ശൂന്യതയുടെ നടുവിൽ, പാഴിൻ്റെ നടുവിൽ, പാഴായിപ്പോയ നിമിഷങ്ങളുടെ നടുവിൽ, മണിക്കൂറുകളുടെ നടുവിൽ മുളച്ചു വരട്ടെ. ആമേൻ. കരുണയും ദയയും ആമേൻ മുളച്ചു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അവൻ്റെ പ്രവൃത്തികൾ മുളച്ചു വരട്ടെ. ഇന്ന് പകൽക്കാലത്തിൽ സംഭവിക്കട്ടെ. ഹൃദയങ്ങളിൽ പാഴായി കിടന്ന ആമേൻ ഹൃദയത്തിൽ പരിവർത്തനം നടക്കട്ടെ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലത്തിൽ എല്ലാ ഉള്ളങ്ങളിലും ചലിച്ചു തുടങ്ങാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാമേ. നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാ. Hallelujah, hallelujah. Oh, hallelujah, hallelujah, hallelujah. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിനും നടുവിൽ പാഴും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതം പാഴും ശൂന്യവുമായിരുന്നു. പിശാച് നമ്മളെ പാഴും ശൂന്യവുമാക്കിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത വിധം പിശാച് അടച്ചിരുന്നു, ഇരുളിട്ട് മൂടിയിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഫലവത്തല്ലാത്ത സമയമായിപ്പോയി. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഫലം ആമേൻ പുറപ്പെടുവിക്കുന്ന സമയത്തിലേക്ക് ദൈവം കർത്താവ് നമ്മളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായതൊന്നുമില്ല. ആമേൻ. ഉവർനിലം അവൻ്റെ നാമത്തിൽ മരുഭൂമി പാടും, പർവ്വതങ്ങൾ ആടും, കുന്നുകൾ നൃത്തം ചെയ്യും, മരുഭൂമി ഉവർനിലം ആനന്ദിക്കും. ഹല്ലേലൂയ. ഫലപ്രകടിപ്പിക്കാത്ത സാധ്യതയില്ലാത്ത സ്ഥാനങ്ങൾ ഹല്ലേലൂയ മനുഷ്യർ പറയും, ലോകം പറയും, ലോകക്കാർ പറയും അസാധ്യമെന്ന്, ഉണ്ടാകത്തില്ലെന്ന് പറയും. ഉണ്ടാകത്തില്ല. നിന്റെ തലമുറയ്ക്ക് തലമുറ ഉണ്ടാകത്തില്ല. ലോകത്തിൻ്റെ വൈരിയുടെ പിശാചിൻ്റെ വാദഗതികൾ പൊട്ടുന്നൊരു പകൽക്കാലമാണ്. നീ നന്മ പ്രാപിക്കത്തില്ല, നീ നന്മ അനുഭവിക്കത്തില്ല, നിനക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ശപിച്ച മണ്ഡലങ്ങൾ ആമേൻ പൊളിയുന്നൊരു പകൽക്കാലമായെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആ കരുണയുള്ള ദൈവം ആമേൻ, ആമേൻ, ആമേൻ തന്നോട് കരുണയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് എല്ലാം നൽകി കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ ഹല്ലേലൂയ. ഇപ്പോൾ ഇപ്രകാരം ഇങ്ങനെ നിരവധി വിഷയങ്ങളുടെ നടുവിൽ ആമേൻ കൂരിരുട്ടിലും ആമേൻ കുരുടര് ആമേൻ ഇരുളിൽ നടന്നവരാണ് കുരുടര് കേട്ടോ. ആമേൻ, ആമേൻ. ചെവി കേട്ടിട്ടില്ലാത്തവർ ഇതോ ചെവിയുണ്ട്, പക്ഷെ കേൾക്കേണ്ടത് കേട്ടിട്ടില്ല ഇതുവരെ. ആമേൻ. അനേക ദുരുപദേശികൾ പറഞ്ഞ ഉപദേശമാണ് കേട്ടിട്ടുള്ളത്. ചെകിടര് ആമേൻ. യേശുവിൻ്റെ കാലത്ത് യേശു വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ സുവിശേഷം കേട്ട് അതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. യേശുവിന് മുമ്പ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് പേര് പറഞ്ഞ് ഹല്ലേലൂയ. അപ്രകാരം ഒന്നും നടക്കാൻ പറ്റിയില്ല, മുൻപോട്ട് സാധിച്ചില്ല പലർക്കും. എന്നാൽ യേശു വന്ന് പറഞ്ഞപ്പോൾ ആമേൻ അവരുടെ കണ്ണുകളൊക്കെ തുറന്നു കേട്ടാ. പഴയ ആമേൻ നടത്തിപ്പുകാർ അടച്ചു വച്ചിരുന്ന കുരുട്ട് കണ്ണുകളൊക്കെ തുറക്കുവാനിടയിരുന്നു. യേശു ആമേൻ അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന് വഴി കാണിക്കുവാൻ വന്ന യോഹന്നാൻ ചോദിച്ചു, വരുവാനുള്ളവൻ നീ തന്നെയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞത്, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടർ നടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ മുൻപിൽ യേശുവിന് മുമ്പേ നടന്നുകൂടാഞ്ഞോ? ഹല്ലേലൂയ. ആമേൻ. കുരുട് പിടിച്ച ആമേൻ ഉപദേശങ്ങൾ കേട്ട് പലരും പല ഉപദേഷ്ടാക്കന്മാരും പല പ്രവാചകനും പലതരമുള്ള കള്ളപ്രവാചകൻ വന്ന് ആമേൻ കുരുട് പിടിപ്പിച്ചു വച്ചിരുന്ന അവസ്ഥ അത് മാറുന്നൊരു പകൽക്കാലമാണ്. ഇന്ന് പകൽക്കാലത്തിൽ അത് മാറിപ്പോകുന്നൊരു പകൽക്കാലമാണ്. ആ ശൂന്യത നീ ഉയർച്ച പ്രാപിക്കത്തില്ല. നിന്റെ ഭവനം, നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ മേൽഗതി പ്രാപിക്കത്തില്ല, അല്ലെങ്കിൽ മരിക്കുമെന്ന് കള്ളസാക്ഷി പറഞ്ഞ പ്രവാചകന്മാരുടെ പ്രവചനം പൊളിയുന്നൊരു പകൽക്കാലമാണ്. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ പകർന്ന ഈ വകയൊക്കെയും പിടിച്ച് നമ്മൾ കുഷ്ഠരോഗിയുടെ അനുഭവത്തിലാണ്, നമ്മൾ കുരുടൻ്റെ അനുഭവത്തിലാണ് കഴിഞ്ഞ നാളുകളിൽ. ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങിയ മുതൽ, യേശു സുവിശേഷം പറയാൻ തുടങ്ങിയ നാൾ മുതൽ ആമേൻ തുടങ്ങി മുതൽ യേശു പറയുന്നത്, യേശുവിന് എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? യേശുവിന് മുമ്പേ ആളുകളൊന്നും ഇല്ലേ? ആമേൻ. ദൈവവേല ചെയ്യുവാൻ ആളുകളൊന്നും ഇല്ലേ? ഹല്ലേലൂയ. അവർ വിചാരിച്ച് കുരുടൊന്നും മാറിയില്ലേ? യേശു പലരും നോക്കിയിട്ട് പറഞ്ഞു, ഇവർ കുരുടരായ വഴികാട്ടികൾ. പലരെയും തെറ്റിച്ചു, പലരെയും ഇരുട്ടിലാക്കി കളഞ്ഞു, പലരെയും നടക്കുവാനാക്കി. എത്രയോ പേര് പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് പെന്തക്കോ സ്ഥലത്തിൽ നിന്ന് എത്ര പേർ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്? വിശ്വാസികൾ അവിശ്വാസികളായി തീർന്നിരിക്കുന്നു. ആമേൻ.
കുരുടരായ ഉപദേശകന്മാർ കുരുടർ ആമേൻ പകർന്ന കുരുട ഉപദേശം നിമിത്തം. ഹല്ലേലൂയ. ദൈവജനം പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ ആമേൻ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ ആമേൻ നാടും കാടും മലയും കടലും ഒക്കെ ചുറ്റി വരുന്നതിനെ പിടിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ ആമേൻ നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ മാർഗത്തിൽ, നിങ്ങളുടെ ഇതിൽ ചേർത്തതിന് ശേഷം പിന്നെ അവനെ ഇരട്ടി നരകയോഗ്യനാക്കി തീർക്കുന്നു. നിങ്ങൾ പോകത്തില്ല, നിങ്ങൾ കൊണ്ടുവരുന്നവൻ നടത്തുന്നവന് പോകത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഹല്ലേലൂയ സെൻട്രൽ യോഗം നടന്നു. ഹല്ലേലൂയ സെൻട്രൽ ഒരു വർക്കേഴ്സ് മീറ്റിംഗ് നടന്നു. വർക്കേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ സഭയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച രണ്ട് കുടുംബം വീട് സഭ വിട്ടുപോയി. 2 കുടുംബം സഭ വിട്ടുപോയി. മറ്റാരുമല്ല, കള്ളിക്കാട്ടിലുള്ള ബാബു പാസ്റ്ററെ സഭയ്ക്കകത്ത് നിന്ന് 2 കുടുംബം സഭ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാക്കളെ ജീവിപ്പിക്കുന്ന വചനം അവർക്ക് പകരണം. ആത്മാക്കൾക്ക് രക്ഷയുള്ളത് ഇത് കേട്ടോണ്ടിരിക്കുന്ന വെറും ദൈവത്തിൻ്റെ മക്കളാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജനത്തിന് ഉപകാരപ്രദമാകുന്നത് പകരണം. അപ്പോഴും അവരാരും ഒരിടവും ഓടി പോകത്തില്ല. ഓ ഹല്ലേലൂയ. കയ്പും കണ്ണുനീരും അവർക്ക് പകർന്നാലും അവർ ഓടിപ്പോകും. ഹല്ലേലൂയ. അത് ദൈവ പദ്ധതിയാ, മനുഷ്യൻ്റെ പദ്ധതിയല്ല. അവൻ്റെ പുറകേന്ന് ഓടിയാലൊന്നും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ഹല്ലേലൂയ. ഓ റീകാലബാ ശാന്തരാബാലബ. അങ്ങനെയുള്ള നിരവധി പേർ ദൈവത്തിൽ കരുണ ലഭിക്കാതെ, ലോകപ്രകാരം ഒരിടത്തും കരുണ ഇല്ല കേട്ടോ. കരുണയില്ലാതെ അവിടെ ആത്മാക്കളെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ചിന്നിയും ചെതറിയൊക്കെ നടക്കുകയാണെന്ന്. എവിടെ പോകുക, ആരിൽ ആശ്രയിക്കും എന്നൊക്കെ പറഞ്ഞു ഭീതിയിലൊക്കെയാണ് കേട്ടോ. ആരെ കൊണ്ടുവന്നാൽ കരുണ ലഭിക്കും, ദയ ലഭിക്കും, വിടുതൽ ലഭിക്കും എന്നൊക്കെ ചഞ്ചലപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനമെന്ന് പലരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ആ കരുണ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു കൂട്ടമാണ് ഇപ്പോൾ ബെഥസ്ദാ കുളത്തിൻ്റെ കരയിലിരിക്കുന്നത്, കരുണയുടെ ഭവനത്തിലേക്ക് ഇരിക്കുന്നത്. ആ വചനത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ താഴോട്ടുള്ള വചനത്തിലേക്ക് ഇപ്പോൾ ഹല്ലേലൂയ. ഒരു കൂട്ടം ദൈവത്തിൻ്റെ കരുണയ്ക്കായി, മനസ്സലിവിനായി, ദയയ്ക്കായി കാത്തിരിക്കുകയാണ്. അവിടെ ദൈവസന്നിധിയിൽ നിന്ന് ലോകത്തിൽ നിന്ന് എവിടെ നിന്ന് കരുണ ലഭിച്ചിട്ടില്ലെങ്കിലും ആരിൽ നിന്നോ ലഭിച്ചിട്ടില്ല, സഹോദരങ്ങളിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ, മിത്രാദികളിൽ നിന്നോ, നടത്തിപ്പുകാരിൽ നിന്നോ, പ്രമാണികളിൽ നിന്നോ, ഉദ്യോഗസ്ഥനിൽ നിന്നോ, ഇടയന്മാരിൽ നിന്നോ, പ്രവാചകന്മാരിൽ നിന്നോ, പുരോഹിതന്മാരിൽ നിന്നോ ഏതൊരു വഴി കാട്ടിയുടെ നടുവിൽ നിന്നും കരുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ കരുണയുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ, അവൻ കരുണയുള്ള ദൈവ, അവൻ മനസ്സലിയുള്ള ദൈവ, കൃപയുടെ ദൈവ. അവൻ നിൻ്റെ പാപമൊക്കെ മോചിക്കുന്നു, അവൻ നിൻ്റെ സകല രോഗത്തെ സൗഖ്യമാകുന്നു, അവൻ നിൻ്റെ നാശത്തിൽ നിന്നെ വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണ നിന്നെ അണിയിക്കുകയാ. ഇന്ന് പകൽക്കാലത്തിൽ അത് അണിയുന്ന മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്ന് കേൾപ്പിച്ചോർത്താടയാ. സമാധാനമില്ലാത്തവർ, സൗഖ്യമില്ലാത്തവർ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ജീവിതം നയിക്കുന്നവർ, പരിവട്ടവും കഷ്ടപ്പാടുകളും. ദൈവമക്കളെ, അല്പനേരത്തേക്കാണ് ഈ കഷ്ടം കേട്ടോ. കഷ്ടം കഴിയുമ്പോൾ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കരുണയുടെ ഭവനത്തിൽ ഇപ്പോൾ കരുണയ്ക്കായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ കരുണയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ട്. കർത്താവേ കരുണയുണ്ടാവണം. അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം ഇതാണ്. കർത്താവേ, ഞങ്ങൾക്ക് ലോകപ്രകാരം ഞങ്ങൾ പലയിടത്ത് ഓടി അനേകരുടെ ഉപദേശം കേട്ടു. അനേക വൈദ്യന്മാർ നീ അവിടെ പോ, ആ വൈദ്യൻ്റെ അടുത്ത് പോ, ഈ ഡോക്ടറുടെ അടുത്ത് പോ, മറ്റേ മലയിൽ പോ, ഇവിടെ പോ, അപ്പുറത്ത് പോ, ഇപ്പുറത്ത് പോ. ഞാൻ ഓടി തളർന്നു കർത്താവേ, തകർന്നു, എല്ലാ സമ്പത്തും തകർന്നു. പിശാച് അപകരിച്ചു. എൻ്റെ സമ്പത്ത് മുഴുവനും മരുന്ന് കമ്പനികൾ, വൈദ്യന്മാർ, വൈദ്യശാസ്ത്രം അപകരിച്ചു, ലോകം അപകരിച്ചു. ഹല്ലേലൂയ. വിവിധ ഉപദേശങ്ങൾ, വിവിധ മാർഗരേഖകൾ കാണിക്കുന്നവർ, നിർദ്ദേശം പ്രാപിക്കുന്നവർ അപകരിച്ചു. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. 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 ദൈവസന്നിധി വിടുതലുണ്ട്. വിടുതലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ വിടുതലുണ്ട്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് വിടുതലുണ്ട്. അത് കാത്തിരിക്കുന്നവർ, പ്രത്യാശിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് വിടുതലുണ്ട്.
വിടുതലുണ്ട്. ആമേൻ. കുളക്കരയിൽ ആമേൻ കരുണയുടെ ഭവനമാകുന്ന ബെഥസ്ദ കുളത്തിന്റെ കരയിൽ കാത്തിരിക്കുക. കർത്താവെ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം പ്രകാരമായിരുന്നു. കർത്താവെ, കരുണയുണ്ടാകണേ, കരുണ